മഹാത്മജിയുടെ തന്നെ അഭിപ്രായത്തിന് വിരുദ്ധമായി സ്വാതന്ത്ര്യസമരം കഴിഞ്ഞ ശേഷം കോൺഗ്രസ് പാർട്ടിയെ പിരിച്ചുവിടണം എന്ന അഭിപ്രായം സ്വീകരിക്കാതെ കോൺഗ്രസിനെ നിലനിർത്തിയത് ജവഹർലാൽ നെഹ്റുവിന് പ്രധാനമന്ത്രിയാകുന്നതിനുള്ള ഒരു ഉപാധിയായി കോൺഗ്രസിനെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ത്യയും പാകിസ്ഥാനും എന്ന രണ്ട് രാജ്യങ്ങളായി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ വേർപിരിഞ്ഞ് പോയതിൻ്റെ ഒരു കാരണവും ജവഹർലാൽ നെഹ്റുവിൻ്റെ അഥവാ നെഹ്റു കുടുംബത്തിൻ്റെ അധികാരമോഹമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് ഡോക്ടർ അംബേദ്കറുടെ പാകിസ്ഥാൻ വിഭജനം എന്ന ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഞാനിത് പറയാൻ കാരണം ഇന്ത്യ എന്ന രാജ്യത്തോടുള്ളതിനേക്കാൾ കൂറ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മഹാത്മാഗാന്ധിയോടോ ഭാരതത്തോടോ ഉണ്ടായിരുന്നില്ല. കൂറ് അധികാരത്തോട് മാത്രമായിരുന്നത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യ നേരിടുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായത് എന്ന ചരിത്ര യാഥാർത്ഥ്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഇന്ന് ഏറ്റവും അപകടകരമായിരിക്കുന്ന ഒരു ഉദാഹരണമാണ് വഖഫ് നിയമം. ഇന്ത്യയിൽ നിലനിൽക്കുന്ന എല്ലാ നിയമത്തിനും ഉപരിയായി വഖഫിന് സമ്പൂർണമായ അധികാരം കൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വഖഫ് ബോർഡ് രൂപീകരിച്ചപ്പോൾ അത് ഇന്നത്തെ നാം കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് മുൻകൂട്ടി കാണുന്നതിനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടല്ല അങ്ങനെ സംഭവിച്ചത്. കാരണം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം വേർപിരിഞ്ഞു പോയ ചരിത്ര സാഹചര്യത്തിൽ സ്വാഭാവികമായി തന്നെ ഏതൊരു രാഷ്ട്രീയ നേതാവിനും ബോധ്യമാകുന്ന ഒരു കാര്യമാണ് അധികമായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന അതല്ലാത്ത അതിനുപരിയായ അധികാരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ അത് അപകടം സൃഷ്ടിക്കും എന്ന് തിരിച്ചറിയുന്നതിന് വലിയ ബുദ്ധിയുടെയൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. എന്നിട്ടും വഖഫ് നിയമം ഇന്ത്യയിലെ കോടതികൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത അധികാരങ്ങളോടുകൂടി വഖഫ് ബോർഡ് രൂപീകരിച്ചതിൻ്റെ ഫലം ആണ് മുനമ്പത്ത് ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്നത്, മറ്റ് പല പ്രദേശങ്ങളിലും ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം വഖഫിൻ്റേതാണ് എന്ന് വഖഫ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതല്ല എന്ന് പറയുന്നതിന് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഒന്നിനും സാധ്യമല്ലാത്ത തരത്തിലാണ് ആ നിയമം വഖഫ് ബോർഡ് രൂപീകൃതം ആയിരിക്കുന്നത്. നാളെ പാളയം ക്രിസ്ത്യൻ ചർച്ച് വഖഫ് ബോർഡിൻ്റേതാണെന്ന് അവർ പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുന്നതിന് യാതൊരു നിയമവ്യവസ്ഥയും ഇല്ലാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഹൈക്കോടതി വഖഫ് ബോർഡിൻ്റെ പേരിൽ മുനമ്പത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മീഷൻ, ആ കമ്മീഷൻ്റെ നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ നിലനിൽപ്പ് റദ്ദ് ചെയ്ത് കളഞ്ഞപ്പോൾ ഈ കാര്യം എല്ലാവർക്കും വ്യക്തമായി കാണും എന്ന് കരുതാം. അതിൻ്റെ കമ്മീഷൻ ആയിരിക്കുന്ന രാമേന്ദ്രൻ നായരെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം എപ്പോഴും കുറേ ആളുകൾ അങ്ങനെയാണ്, ഏത് സമയത്തും അവർക്ക് കസേര വേണം, അത് എന്തിൻ്റെ ആണെങ്കിലും വേണ്ടില്ല. അങ്ങനെയല്ല അദ്ദേഹം ഒരു കള്ള കമ്പനിയുടെയും കമ്മീഷന് ആയി വന്നത്. അത് ഇങ്ങനെ ഒരു കമ്മീഷനെ നിയമിച്ചുകൊണ്ട് മുനമ്പത്തുകാരെ വഞ്ചിക്കുവാൻ വേണ്ടി, കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുവാൻ തീരുമാനിച്ചതിൽ ഇടതുപക്ഷത്തിന് മാത്രമല്ല, കേരള ഗവൺമെൻറ്റിന് മാത്രമല്ല, കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വമുണ്ട്. കാരണം വഖഫ് നിയമ ഭേദഗതിയല്ലാതെ മറ്റൊരു പരിഹാരം ഈ പ്രശ്നത്തിന് ഇല്ല എന്നിരിക്കെ ആ യാഥാർത്ഥ്യം അംഗീകരിക്കുക എന്നതിനു പകരം വഖഫ് ഭേദഗതി അനുവദിക്കുകയില്ല, അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈകോർത്ത് UDFും LDFും ഒരുമിച്ച് കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കി കേന്ദ്ര ഗവൺമെൻറ്റിന് അയച്ചു കൊടുത്തു. അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഈ നിയമം മൂലം ഇങ്ങനൊരു കമ്മീഷൻ നിയമം മൂലം നിലനിൽക്കുകയില്ല എന്ന് അറിയാതെയല്ല അവരത് ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത്രയും മണ്ടന്മാരാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവും
ഒക്കെ ആയിട്ടിരിക്കാൻ കഴിയും. നിയമസഭാ സാമാജികന്മാരായിരിക്കാൻ അവർക്ക് എങ്ങനെ കഴിയും? ഈ വഖഫ് ബോർഡിൻ്റെ നിയമനം എന്ന് പറയുന്നത് നിയമത്തിൽ അധിഷ്ഠിതമല്ലാത്ത ഒരു കമ്മീഷന് ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല എന്ന് ഇന്ന് ഹൈക്കോടതി പറയുന്നത് വരെ കാത്തിരിക്കേണ്ട ഒരവസ്ഥ ആണ് LDFിനും UDFിനും കേരള ഗവൺമെൻറ്റുമൊക്കെ ഉള്ളത് എങ്കിൽ അവർ ഈ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി മറ്റു പണിക്ക് പോവുകയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത് വളരെ ബോധപൂർവമായി ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ തുടക്കത്തിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ താല്പര്യത്തേക്കാൾ അവർക്ക് എപ്പോഴും താല്പര്യം ഒരു കുടുംബത്തിൻ്റെ, നെഹ്റു കുടുംബത്തിൻ്റെ താല്പര്യത്തോടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് ഇന്നും എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയ്ക്ക് അതീതമായ ഒരു നിയമത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു ബോർഡിനെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഗവൺമെൻറ് സൃഷ്ടിച്ചത്? എന്തിനു വേണ്ടിയായിരുന്നു അവർക്ക്? അന്ന് അതിന് നിയമവിദഗ്ധന്മാരില്ലാത്തൊരു പാർട്ടി അല്ലല്ലോ കോൺഗ്രസ്. അപ്പോൾ അന്ന് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക എന്ന് പറയുന്നത്, മുസ്ലിങ്ങളുടെ അധികാരത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിഭജിച്ച് ഇന്ത്യയുടെ അധികാരം കയ്യിൽ വന്നപ്പോൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ആവശ്യമായി കാണുകയും അതിനുവേണ്ടി ഇങ്ങനെ വളരെ അപകടകരമായ രീതിയിലുള്ള ഒരു ബോർഡ് രൂപീകരിക്കുകയും ചെയ്തത് ഇന്ന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ആ വഖഫിൻ്റെ ഭേദഗതിക്കെതിരെ ഡൽഹിയിൽ ചെന്ന് സമരം ചെയ്യാനാണ് അവർ തയ്യാറായിരിക്കുന്നത്. ഒരുമിച്ച് പ്രമേയം പാസ്സാക്കാനാണ് അവർ തയ്യാറായിരിക്കുന്നത്. അതായത് ഇന്ത്യൻ നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ഒരു നിയമത്താൽ പരിരക്ഷിതമായ ഒരു വ്യവസ്ഥയായി വഖഫ് ബോർഡ് മാറിയിരിക്കുകയും അതിനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ UDFും LDFും പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ അവർ കേരളത്തിലെയോ ഇന്ത്യയിലെയോ ജനങ്ങളുടെ താല്പര്യത്തെ അല്ല, എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറിപ്പറ്റുക എന്നതിനപ്പുറം, ഇത്രയും ഹ്രസ്വമായൊരു വീക്ഷണത്തിനപ്പുറം മറ്റൊന്നും അവർ നയിക്കുന്നില്ല എന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. ഇത് ജനങ്ങളോടുള്ള ഒരു വഞ്ചനയാണ്. ഇത് മുനമ്പത്തെ സാധാരണ മനുഷ്യരെ ഒറ്റുകൊടുക്കലാണ്. ഇങ്ങനെ ഒരു ഒറ്റുകൊടുക്കുന്നതിന് ഒരു മടിയും കാണിക്കാത്ത LDFിനെ സംബന്ധിച്ച് വഞ്ചനയും ചതിയുമെല്ലാം അവരുടെ ഒരു മുഖലക്ഷണമായി മാറിയിട്ടുണ്ട്. അവർക്ക് പോസിറ്റീവായൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. അവർക്ക് മദ്യശാലകൾ തുറക്കുക, ഗുണ്ടായുസം വളർത്തുക, നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, പരമാവധി പണം കൊള്ളയടിക്കുക, പൊതുഖജനാവ് കാലിയാക്കുക. ഇതിനപ്പുറത്ത് യാതൊരു താല്പര്യങ്ങളും. ഇപ്പോൾ സാധുക്കളായ ഒരു ഉദാഹരണമാണല്ലോ ഇത്. ആശാ വർക്കർമാർ 36-37 ദിവസമായി സമരം ചെയ്തിട്ട് അവരുടെ സമരം പൊളിക്കുന്നതിന് വേണ്ടി എന്തെല്ലാമാണ് കാണിച്ചത്. തൊഴിലാളികളോട് ഒരു താല്പര്യമില്ലെന്ന് മാത്രമല്ല, മുതലാളിമാരോട്, ബാർ മുതലാളിമാരാകട്ടെ, സിനിമാക്കാരാകട്ടെ, PSC മെമ്പർമാരാകട്ടെ, അവർക്ക് ചോദിക്കുന്നതിന് മുമ്പ് ആനുകൂല്യങ്ങൾ നൽകുകയും ആശാവർക്കർമാർക്കും അംഗൻവാടിക്കാർക്കുമായ നിത്യദാരിദ്ര്യത്തിൽ കഴിയേണ്ടി വരുന്ന ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരവകാശവും നൽകാതിരിക്കുകയും സമരം ചെയ്തല്ല അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത് എന്ന ഫാസിസ്റ്റ് തത്വം പറയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ജനങ്ങളോടോ ജനകീയ പ്രശ്നങ്ങളോടോ ഒരു പ്രതിബദ്ധതയുമില്ലാതെ എവിടെയാണോ സാമ്പത്തിക താല്പര്യങ്ങൾ, തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സുരക്ഷിതമായിരിക്കുന്നത് അത് സാധിക്കുന്നതിനുള്ള ഒരു സംവിധാനമായി ഈ ഭരണത്തെ മാറ്റിയിരിക്കുകയും അതിനുവേണ്ടി ജനങ്ങളെ വഞ്ചിക്കുന്ന കാര്യത്തിൽ UDFും LDFും ഒരുപോലെ കൈകോർക്കുകയും ചെയ്തിരിക്കുന്നതാണ് വഖഫ് നിയമത്തിൽ ഇന്ന് ഹൈക്കോടതി പ്രഖ്യാപിച്ച വിധിയിലൂടെ വ്യക്തമായിരിക്കുന്നത്. ഇത് തിരിച്ചറിയുകയും വഖഫ് ഭേദഗതി എന്ന് പറയുന്നതിന് പിന്തുണയ്ക്കുന്നതിന് UDFും LDFും തയ്യാറല്ല എങ്കിൽ അവരെ ജനങ്ങൾ സമ്പൂർണ്ണമായും തിരസ്കരിക്കണം. അതുമാത്രമാണ് ഒരു പരിഹാരം. അല്ലെങ്കിൽ ഭാവിയിൽ വൻ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.